ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും സന്തോഷം തന്നങ്ങ് അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ കൊറിയൻഡറിൻ്റെ വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക, നല്ല തൈറോയ്ഡ് മൂത്തിട്ട് നല്ല ഹൈപ്പർ തൈറോയ്ഡായിട്ട് ഉള്ള ഒരു സ്റ്റേജിലാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ കോറിയൻഡർ വാട്ടർ ഇല്ലേ, ഇതിങ്ങനെ രാത്രി നനച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അതിൽ നിന്ന് നമ്മുടെ തൈറോയ്ഡ് മാത്രം ഗുളിക അത് കഴിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കണമെന്നുള്ളിട്ട് തോന്നി. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അധികം ഒരു ഫുഡും കഴിക്കാൻ പാടില്ല. ഇത് എന്തുണ്ടെങ്കിലും ഞാൻ വേവിച്ചിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയതാ ക്യാരറ്റും പൊട്ടാറ്റോ ഇങ്ങനത്തത്, പിന്നെ എന്താ പറയുക, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, ഇതൊക്കെ വേവിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഇതേതും നമുക്ക് നമ്മുടെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉണ്ടാവുന്നത് പോലെ ജസ്റ്റ് കുക്ക്ഡ് ഫുഡായിട്ടൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒന്ന് മാഷാക്കിയിട്ട് നമുക്ക് ആലു പൊറോട്ട ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഗ്ലൂട്ടൻസും അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ നമ്മുടെ പൊറോട്ടയിൽ, ചപ്പാത്തിയിൽ അതിൽ എന്തായാലും ഗ്ലൂട്ടൻസ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഫില്ലിംഗ് ആക്കുമ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് കുറച്ച് അധികം വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിലധികം ഓയിലും കൂടി പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 4, കാരണം കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ലൊരു വലിയ സൈസിലുള്ള 4 ഉള്ളി എടുത്തിട്ട് സ്ലൈസായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റാക്കിയിട്ട് അരച്ച് കൂട്ടുന്നുണ്ട്. കാരണം ഇത്രയും അധികം ഞാനിപ്പോൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അത് കുറച്ച് എരിവുണ്ടായാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഞാൻ ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വേവിച്ചിട്ട് ഉപ്പും കൂടി അയോഡിൻ കൂടി എനിക്കിപ്പോൾ പാടില്ല എന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പും കൂടി പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാത്തിനും ഒന്ന് മാഷ് ആക്കുക ഫസ്റ്റ്. എന്നിട്ട് നമ്മുടെ ഉള്ളി ഇതിലോട്ട് ആഡ് ആക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ലോണം ലോല് വെച്ച് തന്നെ മിക്സ് ആക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് നല്ലോണം മിക്സായിട്ട് തീയിൽ തന്നെ ഇത് നല്ലോണം മിക്സ് ആവണം. പിന്നെ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എല്ലാം ഒരു 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ഞാൻ മീറ്റ് മസാലയില്ലേ, അതും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അധികം തന്നെ ഞാൻ ഇതിലോട്ട് മല്ലിച്ചപ്പും കൂടി ആഡ് ആക്കുന്നുണ്ട്. എല്ലാം കൂടി ആഡ് ആക്കിയിട്ട് ഇതിലോട്ട് ഞാൻ ഹിങ്ങില്ലേ മിക്സ് ആക്കിയിട്ട് നമ്മുടെ കായപ്പൊടിയില്ല, അതും കൂടി ഒരു 1/2 ടീസ്പൂൺ അതും കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരേഗാനോ, ഒരു ഫ്ലേവർ കിട്ടാനും കൂടി വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഒരേഗാനും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് തീ നല്ലോണം കൂട്ടി വെച്ചിട്ടില്ല, വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇങ്ങനെ മിക്സ് ആക്കിയാലാണ്, തീയിൽ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കിയാലാണ് കേട്ടോ ഈ മസാലയ്ക്ക് നല്ലൊരു നല്ലൊരു ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോർമൽ തന്നെയായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഫസ്റ്റത്തേത് ഞാനൊന്ന് ഫില്ലാക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പാനിൽ ചൂടായിക്കൊണ്ടിരിക്കുക. രണ്ടാമത് ഒന്നുകൂടി പരത്താം. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ അധികം ഫില്ലിങ്ങാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം. അധികം ഫില്ല് ഉണ്ടാക്കിയിട്ടില്ല, നല്ല തിന്നായിട്ടാണ് ഞാനിത് പരത്തിയെടുക്കും. എന്നിട്ടാണ് തിരിച്ചും മറിച്ചിട്ടിട്ട് കുറച്ച് നെയ്യിലൊട്ടൊക്കെ ആക്കിയിട്ട് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കും കുറച്ചുകൂടി കെച്ചപ്പിലൂടെ കഴിക്കാനും എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിക്കാനും കൂടി പോകുന്നത്. എന്നാൽ ഇത് മുഴുവനായിട്ടും അങ്ങോട്ട് ഞാൻ ഹെൽത്തി ആക്കിയിട്ടില്ല. കാരണം തൈറോയ്ഡ് 100% ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹൈപ്പർ തൈറോയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂട്ടൻസ് പാടില്ല, നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഹോൾ വീറ്റയുടെ അതിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പകുതിയുടെ പകുതി, കാലംശം മാത്രമാണ് കേട്ടോ, 1/4 മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റായി പോയിട്ടുണ്ട്. കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് മസാലപ്പൊടി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചത്. ബാക്കിയുള്ള മസാലനെ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ളത് എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും രൂപത്തിലാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇത് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി കൗണ്ടർ ടോപ്പൊക്കെ തോർത്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിനും ലഞ്ചും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് അവരും സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ചെറിയ കുറച്ച് ബാക്കി മാത്രമേ ഉള്ളൂ കിച്ചൺ ഒന്നും കൂടി നീറ്റാവാൻ. അപ്പോൾ ഇത് ബാക്കിയുള്ള പൊറോട്ടയൊക്കെ ഞാൻ ഹോട്ട് ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രമാണ് ബാക്കിയുള്ളൂ നമ്മുടെ സിങ്കിൽ. അതും കൂടി ക്ലീൻ ആക്കിയിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും മറക്കല്ലേ. താങ്ക് യു. ടേക്ക് കെയർ.